ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് കന്യാകുമാരിയിലെ സൂര്യോദയമാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു സമയം മാനിഫെസ്റ്റ് ചെയ്യുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കും, കുറേ ആൾക്കാർ കാണാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ സൂര്യോദയം ഒന്ന് കാണുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം. ഇന്ന് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് കന്യാകുമാരിയിലെ സൂര്യോദയമൊക്കെ ഇഷ്ടപ്പെട്ടു. നിങ്ങളത് പ്രാർത്ഥിക്കണേ, മാനിഫെസ്റ്റ് ചെയ്യണം കേട്ടോ. ഞാനത് വീഡിയോ എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ വീഡിയോ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ വിചാരിച്ചു ഇത് നിങ്ങളെ കാണിക്കണം, സൂര്യോദയം കാണിക്കണം. അതെൻ്റെ ആഗ്രഹമായിരുന്നു കേട്ടോ. അവിടെ വെച്ചൊരു ലൈവ് അതൊന്നും പറ്റില്ല, ഭയങ്കര തിരക്കാണ് അവിടെ. അപ്പോൾ അതൊന്നും പറ്റില്ല, അത് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടന്നില്ല. അപ്പോൾ നിങ്ങൾ ആ സൂര്യോദയം കാണുന്ന സമയത്ത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. അത് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളത് നടക്കൂട്ടാ. കാരണം അത്രയും എനർജി ഉള്ളൊരു സ്ഥലമാണത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഇന്നത്തെ ദിവസം അറിയേണ്ടതെന്ന് നോക്കാം. 7 of Cups, 2 of Pentacles, Queen of Wands, Star, 3 of Cups, 10 of Pentacles. ഡെവിളാണ് ബോട്ടം വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. അനിമൽ ഉറക്കുണ്ടാക്കുന്നു, കോബ്ര. ഒന്നുകൂടെ എടുക്കാം. റാബിറ്റ്. സെൻസിറ്റീവ് ബട്ട് സ്ട്രോങ് മെസ്സേജാണ്. റാബിറ്റ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ജീവിയാണ്. കോബ്ര എന്ന് പറയുന്നത് അത്രയും പവർഫുള്ളായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഈ എനിക്കിപ്പോൾ പറയാൻ പറ്റണത്, പെട്ടെന്ന് പറയാൻ പറ്റണത്, ഇത്രയും സെൻസിറ്റിവിറ്റിയിൽ നിന്നും നിങ്ങൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറുന്നു, സെൻസിറ്റീവ് എനർജി മാറുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഫീനിക്സ് ആണ് ബോട്ടം വന്നിട്ടുള്ളത്. ഇതിൽ ബോട്ടം വന്നിട്ടുള്ളത് ഡെവിളാണ്. ഇതൊരു അറ്റാച്ച്മെൻറ്റിൻ്റെ കാർഡാണ്. പിന്നെ ഓവർ തിങ്ക് ചെയ്യുന്നു എന്നുള്ളതും കാണുന്നുണ്ട് കേട്ടോ. പിന്നെ പല കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ടെംപ്ടേഷൻ, ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങളിലേക്ക് പോകുന്ന ഒരു എനർജിയും കൂടെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ചില വ്യക്തികളുമായിട്ടുള്ളൊരു കണക്ഷൻ, അതൊരു എന്താണ്, ഒരു പേടി ഉണ്ടാക്കുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ. കാരണം മറ്റുള്ളവർ, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആരോ നിങ്ങളെ ഓവറായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അപ്പോൾ ഇതിന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ പറ്റുന്നില്ല. കാരണം ഇതിനകത്തൊരു അഡിക്ഷൻ ഉണ്ട്. എന്നാൽ നിങ്ങൾ ഈ ബന്ധത്തിൽ കംഫർട്ടബിളും അല്ല, പക്ഷേ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു അവസ്ഥയിൽ നിങ്ങൾ ഇരിക്കുന്നു എന്നാണ് കാണുന്നത്.
ഇതിൽ ആദ്യം വന്നിട്ടുള്ള 7 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഒരുപാട് ചോയ്സസ് ഉണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, ക്ലാരിറ്റി ഇല്ല. പക്ഷേ ഒരു ഫാൻറ്റസി ആണോ എന്ന് വെച്ചാൽ അതാണ്, എന്നാൽ റിയാലിറ്റി അതിനകത്ത് കുറച്ചുണ്ട്. അപ്പോൾ എന്നാൽ നിങ്ങൾ ഒരാളിനെ കുറിച്ച് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട് കേട്ടോ. പിന്നെ ഓവർ തിങ്കിങ് ആണ് ഇന്നത്തെ ഒരു ഇത് കൂടുതലായിട്ട് വരുന്നത്. നിങ്ങൾ ആവശ്യമില്ലാതെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. കുറച്ച് ആൾക്കാർക്ക് ഇതൊരു ഡിപ്രഷൻ കൂടിയുണ്ട്. കാരണം ഇതിൽ ഡെവിളും ഉണ്ട്, 7 ഓഫ് കപ്പും ഉണ്ട്. ഇതിൽ ആവശ്യമില്ലാതെ ചിന്തിച്ച് ഒരു ഡിപ്രഷൻ ഉള്ള ആൾക്കാർ, അവർ ഡിപ്രഷൻ്റെ ആ ഒരു ഇതിലേക്ക് പോയ കുറേ ആൾക്കാരുണ്ട്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ മനസ്സിലാക്കണം എന്നില്ല. ഇതിപ്പം നിങ്ങൾക്ക് വന്നിട്ടുള്ള ഈ ഒരു ഡിപ്രഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആൻസൈറ്റി എന്ന് പറയുന്നത് നിങ്ങളെ ബേസ് ചെയ്തുള്ള കാര്യത്തിനല്ല. നിങ്ങൾ മറ്റാരിലോ അറ്റാച്ച്ഡ് ആയിട്ട് നിന്ന് അവരെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനും പറ്റില്ല, അവരെ നിങ്ങളിലേക്ക് കൊണ്ടുവരാനും പറ്റില്ല. അങ്ങനത്തെ ഒരു ഇതിൽ നിങ്ങൾ ഡിപ്രസ്ഡ് ആണ് എന്നുള്ളതാണ്. ഓവർ തിങ്കിങ്, നമ്മൾ ആവശ്യമില്ലാതെ ചിന്തിച്ച് മനസ്സിൻ്റെ ആ ഒരു ഡിപ്രഷൻ്റെ ആ ഒരു ഇതിലേക്ക് കൊണ്ടുപോകുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ എപ്പോഴും നമ്മളുടെ കാര്യം കൊണ്ടല്ല, അല്ലെങ്കിൽ നമ്മളുടെ സ്വന്തം കാര്യം കൊണ്ടല്ല നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ, നമ്മളുടെ കൺട്രോളിലല്ലാത്ത, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളെക്കുറിച്ച് ആവശ്യമില്ലാതെ ചിന്തിച്ച് ഡിപ്രഷൻ വരുത്തുന്ന ആൾക്കാർ, ഡിപ്രഷൻ വരുത്തുന്നതല്ല, അത് ഡിപ്രഷൻ എന്ന് പറയുന്നൊരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മളത് കടന്നു പോയാൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരിക്കലും ഈ ആ ഒരു അവസ്ഥയിൽ വന്നിട്ടില്ലാത്ത ഒരാളോടും ആ ഒരു അവസ്ഥയെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമുക്ക് എല്ലാത്തിനോടും ഒരു ഭയമായിരിക്കും, എങ്ങനെ പോകണമെന്ന് അറിഞ്ഞുകൂടാ. ഒരു കാറ്റത്ത് വീർപ്പിച്ച് വിട്ട ഒരു ബലൂണ്, അതിൻ്റെ കൺട്രോൾ നമ്മളുടെ കയ്യിലല്ല എന്ന് പറഞ്ഞതുപോലെ അങ്ങനത്തെ ഒരു എനർജിയാണ്. നമുക്ക് ഒന്നിനെ പറ്റിയും ഒന്നിൻ്റെയും കൺട്രോൾ നമ്മളുടെ കയ്യിലല്ല എന്ന് നമ്മൾ എപ്പോഴാണോ മനസ്സിലാക്കുന്നത്, അപ്പോഴാണ് നമ്മൾ ആ ഒരു അവസ്ഥയിൽ നിന്നും പുറത്ത് കിടക്കുന്നത്. വേണ്ട ആൾക്കാർ, ഇത് ആവശ്യമുള്ള ആൾക്കാർ നിങ്ങൾ അതിന് മെഡിസിൻ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ മെഡിറ്റേഷൻ, അതായത് ശരനൂല് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഞാനത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കൊക്കെ അയച്ചു തരാം. പിന്നെ ദേവരാജ് സാറിൻ്റെ ആ ഒരു ചാനലിൽ അദ്ദേഹം 1 ഡേ മെഡിറ്റേഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിലും ചെയ്യാം. അപ്പോൾ ഒരു ദിവസം ഉള്ളൂ ആ ക്ലാസ്, അത് കഴിഞ്ഞ് നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ ഡിപ്രഷനെ മാറ്റിവിടാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ്. കാരണം നമ്മളുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റണം. പലപ്പോഴും നമ്മളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റൂല. കാരണം നമ്മൾ ആ ഒരു പിടി വിട്ടുപോയാൽ പിന്നെ അത് ബലൂൺ പോലെയാണ് കേട്ടോ. കാറ്റത്ത് പോയ ബലൂൺ പോലെയാണ്, അത് തിരിച്ചു പിടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അത് ഗതി വിട്ട് എവിടെയെങ്കിലും പോകും. അത് ആ ഒരു ഇതിൻ്റെ പിറകെ നമുക്ക് പോകാനും പറ്റൂല. അപ്പം മനസ്സിലാക്കുക, നമ്മളെപ്പോഴും നമ്മൾ ഓവറായിട്ട് ഒന്നിനെ നിയന്ത്രിക്കാമെന്നോ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കണം എന്നെ നടക്കണമെന്നോ ഒന്നും പാടില്ല. ഇതിൽ കുറേ ആൾക്കാർക്ക് ഓവർ അറ്റാച്ച്മെൻറ്റ് കൊണ്ടുണ്ടായ ഒരു ഡിപ്രഷനാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് അതിൽ ഒരു ഡിപ്രഷൻ വന്നു എന്നാണ് കാണുന്നത്. ചിലപ്പം ശ്വാസം എടുക്കാൻ പറ്റൂല. ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിടക്കും മുമ്പേ എണീറ്റിരിക്കണമെന്ന് തോന്നും, എണീറ്റിരിക്കും മുമ്പേ കിടക്കണമെന്ന് തോന്നും, അതിനു മുന്നേ നടക്കണമെന്ന് തോന്നും. പിന്നെ നമുക്ക് മറ്റാരും നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ വരും. നമ്മളെ ആരും ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാത്ത ആൾക്കാരാണ് എപ്പോഴും ഡിപ്രഷനിലേക്ക് പോണത്. മറ്റുള്ളവർ എപ്പോഴും നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള മറ്റുള്ളവർ പെരുമാറണം എന്ന് ചിന്തിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചിന്തിക്കാതിരിക്കുക. നമ്മൾ ഒരു അകലം പാലിക്കുക എല്ലാ ബന്ധത്തിൽ നിന്നും. ഇപ്പം ഹസ്ബൻഡാണോ, കുട്ടികളാണോ, വൈഫാണോ, മാതാപിതാക്കളാണോ, അതോ പ്രണയിക്കുന്ന ആൾക്കാരാണോ, ആരുമായിട്ടായാലും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത്, ഒരു ഹെൽത്തി ബൗണ്ടറി കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എല്ലാ കാര്യവും അവതാളത്തിലായിപ്പോവും. കാരണം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് മറ്റുള്ളവർ പ്രവർത്തിക്കണമെന്നില്ല. ആ ഒരവസ്ഥയിൽ നിങ്ങളുടെ മനസ്സിൻ്റെ കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും.
അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇന്നത്തെ ഒരു ഇത് കുറേ ആൾക്കാർക്കും അത് ചിലപ്പോൾ നിങ്ങൾ വഴികൾ തേടുന്നുണ്ടായിരിക്കും ഈ ഒരു അറ്റാച്ച്മെൻറ്റ് മാറ്റാനോ ഈ ഒരു സ്ട്രഗിളിൽ നിന്ന് പുറത്ത് കിടക്കാനോ ഒക്കെ. കാരണം ഇത് മനസ്സിൻ്റെ നിയന്ത്രിക്കാതെ വേറെ ഏതോ ഒരു ശക്തി നിയന്ത്രിക്കുന്നത് പോലെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ നിയന്ത്രിക്കാനേ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഇതിൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇതെല്ലാം ഡിവൈൻ കൊണ്ട് തന്നാണെന്ന്. അപ്പം എല്ലാം ഡിവൈൻ കൊണ്ട് തരണമല്ല കേട്ടോ. നമ്മളുടെ മുന്നിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഡിവൈൻ കൊണ്ട് തരണമല്ല. ചിലത് നമ്മളുടെ ഫ്രീ വിൽ ഉപയോഗിച്ച് നമുക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല. ഇതിൽ അടുത്ത് വന്നിട്ടുള്ള 2 ഓഫ് പെൻറ്റാക്കിൾസിൻ്റെ എനർജിയാണ്. ഒരു ഓവർലോഡാണ് നമുക്കിപ്പം. നമ്മളെ കൊണ്ട് പറ്റാത്ത അത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യേണ്ടി വരുമ്പം നമ്മളുടെ സർവ്വകാര്യങ്ങളും ഇംബാലൻസ്ഡ് ആയിപ്പോവും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട്. കുറേ നമുക്ക് പറ്റാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ ഏറ്റെടുത്ത് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ്. 2 എനർജി തമ്മിലൊരു ജഗിളിങ് സിറ്റുവേഷൻ, 2 സിറ്റുവേഷൻ തമ്മിൽ നമുക്ക് അത് ബാലൻസ് ചെയ്യാൻ പറ്റാതിരിക്കുന്നു എന്നുള്ളതാണ്. ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതിന് നമുക്ക് ഏതാണോ പ്രയോറിറ്റി അതിൽ മുൻതൂക്കം കൊടുക്കുക. അല്ലാതെ നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ നോക്കിയാൽ അത് നടക്കണ കാര്യമല്ല എന്നുള്ളതാണ്. ക്യൂൻ ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ് അടുത്ത് വന്നിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു സമയം സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതിരിക്കുന്നു എന്നാണ് കാണുന്നത്. കാരണം ഇതിൽ മറ്റുള്ളവർ കൺട്രോൾ ചെയ്യുന്നു, കുറേ ഓപ്ഷൻസ് ഉണ്ട്, കുറേ ചോയ്സസ്, കുറേ കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പം ഓവർ തിങ്കിങ് ഉണ്ട്. അതൊന്നൊക്കെ മതിയാക്കി നിങ്ങളുടെ കോൺഫിഡൻസ് തിരിച്ചു പിടിക്കുക. നിങ്ങളുടെ കൺട്രോൾ നിങ്ങളിൽ തന്നെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഡിവൈൻ ഫെമിനൈൻ എനർജി ആക്റ്റീവ് ആക്കേണ്ട ഒരു സമയമാണ്. അത് ആക്റ്റീവ് ആക്കുക. ഇതിൽ ബോൾഡായിട്ടിരിക്കുക, ആക്ഷൻ എടുക്കുക. നമ്മുടെ സെൽഫ് വർത്ത് കളഞ്ഞുള്ള ഒരു കാര്യത്തിനും നമ്മൾ പോകാതിരിക്കുക. അപ്പോൾ നമ്മുടെ എനർജി നഷ്ടപ്പെട്ടാണ് ഇരിക്കണേന്ന് നമുക്കൊരു തോന്നലുണ്ടെങ്കിൽ അത് വേണ്ട. നിങ്ങൾ അത് മറ്റുള്ളവർക്ക് കൊടുത്തതായിരിക്കും. നിങ്ങളിലുള്ള കൺട്രോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്തതാണ്. അങ്ങനെയല്ല, നിങ്ങളുടെ കൺട്രോൾ നിങ്ങൾ തിരിച്ചു പിടിക്കുക. പിന്നെ വന്നിട്ടുള്ളത് സ്റ്റാറാണ്. അപ്പോൾ ഇതൊരു ഹീലിങ്ങിൻ്റെ കാർഡാണ് കേട്ടോ സ്റ്റാർ. നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ പ്രതീക്ഷ വീണ്ടും തിരിച്ചു വരുന്നു. നിങ്ങൾ എന്ത് കാര്യത്തിലാണോ ഒരുപാട് പ്രതീക്ഷിച്ച് സന്തോഷിച്ചിരുന്നത് അതൊക്കെ നഷ്ടപ്പെട്ടു പോയെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അങ്ങനെയല്ല. അത് നിങ്ങൾ എന്താണോ പ്രതീക്ഷിച്ചിരുന്നത് ആ പ്രതീക്ഷ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഇത് ഒരു ക്ലെൻസിങ് ആവശ്യമാണ്, നിങ്ങൾക്ക് സ്പിരിച്വൽ ക്ലെൻസിങ് ആവശ്യമാണെന്നുള്ളതാണ് കാണുന്നത്. പിന്നെ നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് റീകണക്ട് ചെയ്യുക. നിങ്ങൾ ആക്ഷൻ എടുത്ത് നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് റീകണക്ട് ചെയ്യുക. നിങ്ങളുടെ ഈ നഷ്ടബോധം, എനിക്ക് നഷ്ടപ്പെട്ടു പോയി, എനിക്ക് എൻ്റെ കയ്യിലില്ല, എൻ്റെ നിന്ന് വിട്ടുപോയി എന്നൊക്കെ ഉള്ളൊരു അങ്ങനത്തെ ഒരു ഫീല് ഇന്നത്തെ ദിവസം ഉണ്ടാകരുത്. നിങ്ങളുടെ എനർജി തിരിച്ചു പിടിക്കുമ്പോൾ അത് നിങ്ങളിലേക്ക് തനിയെ തന്നെ വന്നോളും. ഒരു ഹെവി ആയിട്ടുള്ളൊരു ഇത് കഴിഞ്ഞിട്ട് ഒരു പ്രതീക്ഷയിലേക്ക് വരുന്നൊരു സമയമാണ്. അപ്പോൾ അത് നിങ്ങളുടെ പ്രതീക്ഷ നിങ്ങൾ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുക. ഇതിൽ നിങ്ങളുടെ എന്ത് കാര്യം ചെയ്താണോ നിങ്ങൾക്ക് ഹീലാകുന്നത് അത് ചെയ്യാൻ ശ്രമിക്കുക. ചിലപ്പോൾ ചില ആൾക്കാർക്ക് യാത്ര ചെയ്യുമ്പോഴായിരിക്കും, ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും, ചിലപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴായിരിക്കും, ചിലപ്പോൾ ഇതൊന്നുമില്ലാതെ വെറുതെ നിങ്ങൾ ഇരിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്കൊരു ഹീലിംഗ് സംഭവിക്കുന്നത്. അത് ഓരോരുത്തരുടെയും ഇതനുസരിച്ചാണ് ആ ഒരു ഹീലിംഗ് വരുന്നത്. അപ്പോൾ എന്തായാലും ഹീലിംഗ് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇതിന് നിങ്ങളുടെ കൂടെ ചേരാനുള്ള കുറേ ആൾക്കാർ, നിങ്ങളുടെ ഒരു സോൾ കണക്ഷനുള്ള കുറേ ആൾക്കാർ നിങ്ങളിലേക്ക് സഹായവുമായിട്ട് എത്തുന്നു എന്നുള്ളതാണ് കാണുന്നത്. നല്ല സൗഹൃദങ്ങളായിരിക്കാം, ചിലപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ആയിരിക്കാം. അത് നിങ്ങളൊന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾ അത്രയും ഒരു നല്ല മെൻ്റൽ സ്റ്റേജിലല്ല നിൽക്കുന്നതെങ്കിൽ അങ്ങനെ നിങ്ങളെ സഹായിക്കാൻ കുറേ ആൾക്കാർ വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളുടെ സന്തോഷങ്ങൾ തിരിച്ചു വരുന്ന ഒരു എനർജിയാണ്. അപ്പം എനിക്ക് സന്തോഷം നഷ്ടപ്പെട്ടു പോയി, എനിക്കിനി ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ അത് തിരിച്ചു വരുന്നു. കാരണം കുറേ ആൾക്കാർ നിങ്ങളുമായിട്ട് റീകണക്ട് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു ചിന്ത വേണ്ട കേട്ടോ. നിങ്ങൾ ഒറ്റയ്ക്കല്ല, അത് മനസ്സിലാക്കുക. ഇതിൽ നിങ്ങൾ
നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും എൻ്റെ എനർജിയുമായി കണക്റ്റ് ആകുന്ന, എൻ്റെ വൈബ്രേഷൻ ലെവലുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന ആൾക്കാരെ എന്നിലേക്ക് അട്രാക്റ്റ് ചെയ്യണം എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുമ്പം നമ്മളുടെ എനർജി ഒരു ഹൈ വൈബ്രേഷനിൽ ഇരിക്കുമ്പം അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് മാത്രം കണക്റ്റ് ആവും. നമ്മൾ ലോ വൈബ്രേഷനിൽ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ എനർജി സെയിം ലോ ആയിട്ടുള്ള വൈബ്രേഷനുള്ള ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യും. അപ്പം നമ്മൾ വൈബ്രേഷൻ ഉയർത്തണം, നിങ്ങളുടെ എനർജി നിങ്ങൾ തിരിച്ചു പിടിക്കണം എന്നാണ് കാണുന്നത് കേട്ടോ. പിന്നെ 10 ഓഫ് പെൻറ്റാക്കിൾസിൻ്റെ എനർജിയാണ്. ഒരു വളരെ കാലത്തേക്കുള്ള ഒരു ബ്ലെസ്സിങ് കിട്ടുന്നു എന്നുള്ളതാണ്. ഇത് പെട്ടെന്ന് നിന്നു പോണ ഒരു കാര്യമല്ല. കുറേ കാലം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന തരത്തിലുള്ള ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട്. അത് നിങ്ങളുടെ ഫാമിലിയിലാണ് എന്തെങ്കിലും ഒരു ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അതൊരു ഹീലിംഗ് നടക്കുന്ന ഒരു സമയമാണ് കേട്ടോ. എല്ലാവരും ഒത്തൊരുമിക്കുന്ന ഒരു സമയമാണ് അത്. ചിലപ്പം ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി, നിങ്ങൾ കുറച്ച് ക്ലാഷിലായിരുന്നു, നിങ്ങൾ അത്രയും മിണ്ടുന്നില്ല, അങ്ങനെയൊക്കെ ഇരുന്ന ആൾക്കാരാണെങ്കിൽ അതല്ല, അതൊക്കെ മാറി ഒരു സന്തോഷത്തിൻ്റെ ഒരു ഇതിലേക്ക് നിങ്ങൾ തിരിച്ചു വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ അതിനൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ്. അപ്പം ഇതിൽ നിങ്ങളുടെ ഫ്യൂച്ചർ ഒന്ന് ഒരു സെക്യൂർഡ് ആയി എന്നൊക്കെ ഉള്ളൊരു തോന്നൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വന്നേക്കാം, അല്ലെങ്കിൽ പ്രതീക്ഷ വന്നേക്കാം. ഇതിൽ ഈ പെർമനൻ്റ് ആയിട്ട് നഷ്ടപ്പെട്ടു പോയി എന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. ഇതൊക്കെ ഒന്നും തന്നെ നമ്മളിലേക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ഒന്നുമില്ല. നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, ഒന്നും തന്നെ പെർമനൻ്റ് അല്ല. എല്ലാം ഇതെല്ലാം കടന്നു പോകും. എപ്പോഴും നമ്മൾ എത്ര വിഷമത്തിൽ ഇരുന്നാലും നമ്മൾ എപ്പോഴും മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇതെല്ലാം കടന്നു പോകും. ഇതൊന്നും സ്ഥായി അല്ല, സ്ഥായി ആയിട്ടുള്ള ഒന്നും തന്നെ ഇല്ല നമ്മളുടെ ജീവിതത്തിൽ. അപ്പം അത് സന്തോഷവും ഇല്ല, ദുഃഖവും ഇല്ല. അത് മനസ്സിലാക്കുക. ഇതെല്ലാം കടന്നു പോകും എന്ന് എപ്പോഴും മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതെല്ലാം കടന്നു പോകും, ഇതെല്ലാം കടന്നു പോകും. ഒന്നും സ്ഥായി ആയിട്ടല്ല. എൻ്റെ ഇപ്പോഴത്തെ ഈ ദുഃഖവും സ്ട്രഗിളും ഒക്കെ കടന്നു പോകും. ഞാൻ വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് മാറും. അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് കോബ്രയാണ്. അപ്പം ഇതിൽ കോബ്ര എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജിയാണ് കോബ്ര. ഇതിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നു. ഇതിൽ ഈ പാമ്പിൻ്റെ പ്രത്യേകത അറിയാലോ, ഓൾഡ് സ്കിന്നൊക്കെ ഷെഡ് ചെയ്ത് കളയും. പിന്നെ ഇതിൽ ഒരു അതോറിറ്റിയുടെ ഒരു ഇതുണ്ട് കേട്ടോ. നമ്മളുടെ ഒരു ശക്തി അത് നമ്മളിലേക്ക് തിരിച്ചു വരുന്നൊരു സമയമാണ്. നിങ്ങളുടെ തേർഡ് ഐ ആക്റ്റീവ് ആകുന്ന ഒരു സമയമാണ്. തേർഡ് ഐ ഈ ഒരു സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളും ഇൻഡ്യൂഷനിലൂടെ നിങ്ങൾക്ക് കിട്ടും. മാത്രമല്ല ഈ ഒരു ഹീലിംഗ് നിങ്ങൾക്ക് നടത്താൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു കൺട്രോള് നിങ്ങളുടെ കയ്യിൽ തന്നെ തിരിച്ചു വരും. അപ്പോൾ അങ്ങനെ തിരിച്ചു വരുന്ന ഒരു എനർജിയാണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള എനർജിയാണ്. പക്ഷെ കാമായിട്ട് ഇരിക്കുക. ഇതിൽ കാമായിട്ടിരിക്കണമെന്നാണ് കേട്ടോ. നിങ്ങളുടെ ഒരു എനർജി കാമനസ് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. ഭയങ്കര ശബ്ദമുള്ളിടത്ത്, ശരിക്കും ശബ്ദമൊന്നും ഉള്ളിടത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡിസ്റ്റർബ് തോന്നുന്നുണ്ടായിരിക്കും. കുറേ ശബ്ദങ്ങൾ, കുറേ ആൾക്കാർ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ കുറേ ശബ്ദങ്ങളുള്ള സ്ഥലത്ത് പോകുന്നതൊന്നും നിങ്ങൾക്ക് ഈ ഒരു സമയം ഇഷ്ടപ്പെടില്ല എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ആ ഒരു പവർ തിരിച്ച്, നിങ്ങളുടെ സോൾ പവറാണ് കേട്ടോ. നിങ്ങളുടെ സോൾ പവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും. നിങ്ങൾ വേറെ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ആടി ഉലഞ്ഞു പോകും. അങ്ങനെയല്ല, നിങ്ങളുടെ ആ പവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത്. ഇതിൽ റാബിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ റാബിറ്റ് എന്ന് പറയുന്നത് ഒരു സെൻസിറ്റീവായിട്ടുള്ള എനർജിയാണെന്ന് ആദ്യമേ പറഞ്ഞു. അപ്പോൾ ഇതിൽ ഒരു പേടിയാണ്. റാബിറ്റിന് എല്ലാത്തിൻ്റെയും പേടിയാണ്, അറിയാലോ. ഭയങ്കര ഭയമുള്ളൊരു ജീവിയാണ് റാബിറ്റ്. അപ്പോൾ റാബിറ്റ് എനർജി എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ ചേരുമ്പോൾ ഒരു 10 ഓഫ് പെൻറ്റാക്കിൾസും റാബിറ്റും കൂടെ ഒരു അബണ്ടൻസിൻ്റെ എനർജിയാണ്. റാബിറ്റ് അബണ്ടൻസിനെ കൊണ്ടുവരുന്നൊരു ജീവിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ വളരെ സെൻസിറ്റീവ് ആണെങ്കിലും ആ സെൻസിറ്റിവിറ്റിയൊക്കെ മാറ്റി നിങ്ങൾ വളരെ സ്ട്രോങ് ആൻഡ് പവർഫുൾ ആയിട്ടുള്ള ഒരാളായിട്ട് മാറുന്ന ഒരു സമയം, ഒരു ട്രാൻസ്ഫോർമേഷനാണ് കോബ്ര കാണിക്കുന്നത്. അപ്പം നിങ്ങൾ എത്രത്തോളം പാവമായിരുന്നു. ഇപ്പോൾ സെൻസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ എല്ലാ കാര്യവും നമ്മൾ ഏറ്റെടുക്കും. മറ്റുള്ളവരെന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ടെൻഷൻ വരും. അങ്ങനെയൊന്നുമല്ല.
നമ്മൾ അങ്ങനെ അല്ല ഇരിക്കേണ്ടത്. മറ്റുള്ളവരുടെ ഇമോഷൻ അനുസരിച്ച് നമ്മളുടെ ഇത് മാറ്റാൻ പാടില്ല. അപ്പോൾ വേറൊരാൾ നിങ്ങളെ കളിയാക്കുന്നതും കുത്തുവാക്ക് പറയുന്നതൊക്കെ അവരുടെ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് ചെയ്യണ കാര്യമാണ്. എല്ലാവരും അവരവരുടെ കണ്ണിലൂടെയാണ് ലോകത്തെ കാണുന്നത്. അപ്പം ഒരാൾ മോശമാണ് എന്നുണ്ടെങ്കിൽ അവരുടെ കണ്ണിലൂടെ ലോകത്തെ കാണുമ്പം മുഴുവൻ ആൾക്കാരും മോശമായിരിക്കും. ആൾക്കാർക്ക് കുറ്റങ്ങളും കുറവുകളും മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മളെന്ന് പറയുന്ന വ്യക്തി നല്ല ഒരാളാണെങ്കിൽ നമ്മൾ എന്തിലും എത്ര മോശം സാഹചര്യത്തിലും നമ്മളൊരു നന്മ കാണും. എന്ത് പ്രശ്നത്തിലും നമ്മൾ അതിലൊരു പോസിറ്റീവായിട്ടായിരിക്കും എടുക്കണത്. നമ്മളുടെ ചുറ്റുപാടും ചിലപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ കാണും, നമുക്കൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ ഒരു ഇൻസിഡൻറ്റിൽ നമ്മളതിൽ നമുക്കൊരു ആക്സിഡൻറ്റ് പറ്റി, നമുക്കൊന്നും പറ്റിയില്ലല്ലോ, അല്ലെങ്കിൽ കാലൊടിഞ്ഞല്ലേ ഉള്ളൂ, ഞാനിപ്പം ജീവിച്ചിരിക്കുന്നു എന്ന് ചിന്തിക്കും. അപ്പോൾ അത് നമ്മളിൽ നന്മ ഉള്ളതുകൊണ്ടാണ്, നമ്മളിൽ പോസിറ്റിവിറ്റി ഉള്ളതുകൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യത്തിലും അങ്ങനെ കാണാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതൊരു ക്വാളിറ്റിയാണ്. അത് നമ്മൾ വർദ്ധിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുക. നമ്മുടെ കൺഫ്യൂഷനൊക്കെ മാറി നമ്മൾ ക്ലാരിറ്റിയിലേക്ക് വരുന്നൊരു സമയമാണ്. അപ്പം നമ്മളുടെ ഭയവും ടോക്സിക് ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്സും ഒക്കെ വിട്ട് നമ്മളുടെ സെൽഫ് വർത്ത് നമ്മൾ കയ്യിലെടുക്കാൻ ഹീലിംഗ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വളരെ വളരെ വലിയ അർത്ഥമുണ്ട്. കാരണം പാസ്റ്റിൽ നമ്മളുടെ കുറേ കാര്യങ്ങൾ നമ്മൾ ട്രോമയായിട്ട് കിടക്കും. അപ്പോൾ ഈ പാസ്റ്റിലെ ട്രോമാസാണ് നമ്മൾക്ക് പഴയ ട്രോമ ഉണ്ടല്ലോ, നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ച വേദനകൾ, പ്രശ്നങ്ങൾ, ഭയം. ഇതിലൊരു ഭയത്തിൻ്റെ എനർജി ഉണ്ട് കേട്ടോ. പാസ്റ്റിൽ നമ്മൾ ആരെങ്കിലും പേടിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങൾ നമ്മളെ പേടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു കാര്യം നമ്മളുടെ ഉള്ളിൽ റൂട്ടിൽ ഇങ്ങനെ കിടക്കും. അപ്പോൾ അത് പലപ്പോഴും പല ഇതുപോലുള്ള സംഭവങ്ങൾ തുടർച്ചയായിട്ട് വരുമ്പോഴാണ് നമ്മൾ ഡിപ്രഷനിലേക്ക് പോണത്. ഈ ഡിപ്രഷൻ നമ്മൾ ഒന്നും ട്രീറ്റ് ചെയ്തില്ലെങ്കിലും കുറച്ച് കാലം കഴിയുമ്പോൾ അത് നമ്മൾ വീണ്ടും നോർമൽ ലൈഫിലേക്ക് വരും, നോർമൽ ഒരു മൈൻഡ് സെറ്റിലേക്ക് വരും. പക്ഷേ നമ്മളുടെ റൂട്ട് കോസ് ഉള്ളിൽ തന്നെ കിടക്കും. വീണ്ടും അടുത്തൊരു കാര്യം ഇതുപോലെ നമ്മളെ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മളിലേക്ക് വീണ്ടും ആ ഡിപ്രഷൻ വരും. അപ്പം നമ്മുടെ ഡിപ്രഷനുള്ള എല്ലാ ആൾക്കാരും അതിന് കുറച്ചൊന്ന് ട്രീറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അതിലൊരിക്കലും ഒരു നാണക്കേടും അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. നമ്മളുടെ ശരീരത്തിന് വരുന്ന അസുഖം പോലെ തന്നെയാണ് നമ്മുടെ മനസ്സിന് വരുന്ന പ്രശ്നങ്ങളും. നമ്മുടെ ശരീരത്തിന് അസുഖം വന്നാൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ ഒരു പ്രശ്നമില്ല. പക്ഷേ മാനസിക നില തെറ്റിപ്പോയ ഒരു നാണക്കേടാണ് എല്ലാവർക്കും. അങ്ങനെ ചിന്തിക്കാതിരിക്കുക. പ്രത്യേകിച്ച് സ്ത്രീകൾ ഒന്ന് കെയർ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. പാസ്റ്റിൽ നമുക്ക് സംഭവിച്ച പല കാര്യങ്ങളും, അത് ഭയപ്പെടുത്തുന്ന പല കാര്യങ്ങളും, നമ്മളെ വേദനിപ്പിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ആൾറെഡി നമ്മളുടെ പ്രാർത്ഥനകളും ഒക്കെ കൊണ്ട് ചിലപ്പോൾ അത് ഹീലായി പോയെങ്കിലും പൂർണ്ണമായിട്ടും അത് ഹീലായില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ സെയിം സിറ്റുവേഷൻ എപ്പോഴെങ്കിലുമൊക്കെ ആവർത്തിച്ചാൽ വീണ്ടും ഈ ട്രോമ തിരിച്ചു വന്ന് വീണ്ടും ഒരു ഡിപ്രഷനിലേക്ക് പോകും. അപ്പോൾ ഇന്നത്തെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾ ആ ഡിപ്രഷനൊക്കെ മാറ്റിയിട്ട് നിങ്ങളുടെ ആ ഒരു യഥാർത്ഥത്തിലുള്ള ഒരു ഐഡന്റിറ്റിയിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം എന്നുള്ളതാണ്. അതിനിപ്പോൾ ഒരു കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അതും ചെയ്യുക. അത് നല്ലൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ ഒരു സ്പിരിച്വൽ ഹീലറുടെ അടുത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഹീലിംഗ് ഒക്കെ ചെയ്ത് ആ ഒരു ഇത് മാറ്റുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങൾ ഈ ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്ന് വരണം എന്നുള്ളതാണ്, പറന്നുയരണം എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും ഉയരത്തിൽ പറക്കാൻ നിങ്ങൾക്കും പറ്റട്ടെ. താങ്ക് യു. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ദിവസം ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.